മീനമാസത്തിലെ അശ്വതി നാളിലാണ് കേട്ടോ കൊടുങ്ങല്ലൂരമ്മയുടെ കാവത്തീണ്ടൽ. നിരപരാധിയായ കോവലനെ കള്ളനെന്ന് മുദ്ര കുത്തിയിട്ട് തലയെറുത്ത് വന്ന പാണ്ഡ്യരാജാവിൻ്റെ തലയെറുത്ത് പാണ്ഡ്യരാജ്യം കത്തിച്ച് നശിപ്പിച്ച് നാമാവശേഷമാക്കിയിട്ട് കൊടുങ്ങല്ലൂരിലോട്ട് ഉഗ്രരൂപിയായി കാളിയായി ഭദ്രകാളിയായി വന്ന ദേവി ഭഗവതിയുടെ കോപത്തെ ശമിപ്പിക്കാനായിട്ട് ഭൂതഗണങ്ങളും ദേവഗണങ്ങളും തോറ്റംപാട്ടും ഭരണിപ്പാട്ടും പാടി അമ്മേനെ സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ച് കൊടുങ്ങല്ലൂർ പ്രതിഷ്ഠിച്ചു. പിറ്റേന്ന് ഭരണി നാൾ മുതൽ അമ്മയായി ശാന്തസ്വരൂപിണിയായി തേജസ്വിനിയായി അമ്മ നിലകൊണ്ടു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും കൊടുങ്ങല്ലൂർ മീനമാസത്തിൽ അശ്വതി നാളിൽ ഭരണിപ്പാട്ട് പാടി കാവുതീണ്ടൽ എന്ന ചടങ്ങായിട്ട് ഭക്തജനങ്ങൾ കൊടുങ്ങല്ലൂരിലോട്ട് എത്തുന്നത്. പിറ്റേന്നാൾ ഭരണി നാളിൽ ഭരണി ആഘോഷം. അമ്മയുടെ മക്കളായ എല്ലാവരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനായി കൊടുങ്ങല്ലൂരിൽ വാഴുന്നു. മക്കളെ ദ്രോഹിക്കുന്നവരുടെ മുന്നിൽ കാളിയായി ഭദ്രകാളിയായി അമ്മ നിലകൊള്ളും. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ കൊടുങ്ങല്ലൂരിൽ കാവുതീണ്ടൽ നേരിട്ട് കാണുന്നത്. പറഞ്ഞു കേട്ട അറിവിനനുസരിച്ച് കേട്ട് ചെന്ന നേരിട്ട് കണ്ട കാഴ്ച, അത്രത്തോളം ഭക്തജനങ്ങൾ കാവുതീണ്ടാൻ എത്തിയിട്ടുണ്ടായിരുന്നു. കോമരായിട്ട് ദേവിനെ തൊഴാനായിട്ടും ഭരണിപ്പാട്ട് പാടാനായിട്ടും അമ്മയുടെ കോപം ശമിപ്പിക്കാനായിട്ടും എത്തിയിട്ടുണ്ട്. കാല് താഴെ കുത്താൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു കേട്ടോ. ഞാനിവിടെ എത്തുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് കൂടി അത്രത്തോളം തിരക്കായിരുന്നു അവിടെ. പല ദേശത്തു നിന്നും പല നാട്ടിൽ നിന്നും ഒരുപാട് കോമരങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു, വാളും ചിലമ്പ് വന്നിട്ട്. അമ്മേനെ തൊഴാനും കാവുത്തീണ്ടൽ കൂടാനും വേണ്ടി വന്നവർ വരെ കലിപൂണ്ട് തുള്ളുന്നതായിട്ട് കണ്ടു. ശരിയാ, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു പ്രത്യേക വൈബ്രേഷൻ ഫീൽ ചെയ്തു. അമ്മയുടെ നട അടഞ്ഞു കിടക്കുമായിരുന്നു. എന്നിട്ടും അവിടെ നിന്ന് തൊഴുമ്പോൾ എന്താണെന്നറിയില്ല, കണ്ണ് നിറഞ്ഞു, സങ്കടം വന്നു. ഉള്ളിൽ നിന്ന് എവിടെ നിന്നൊക്കെയോ പറയാൻ പറ്റാത്തത്രയും സങ്കടമൊക്കെ വന്നിട്ട് തൊണ്ട ഇടറിപ്പോയിട്ട് പറയാൻ വന്ന കാര്യമൊന്നും മുഴുവനായി പറയാനും പറ്റിയില്ല. ഒരുപാട് പ്രായം ചെന്ന അമ്മമാരുണ്ടായിരുന്നു കോമരായിട്ട് അവിടെ. അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മനസ്സിന് വല്ലാത്ത വിഷമമായിരുന്നു. ജീവിതം ജീവിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കൊല ചെയ്യപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. സ്ത്രീക്ക് അമ്മയാവാനും ഉഗ്രരൂപിണിയായി കാളി ഭദ്രകാളി ആവാനും പറ്റും.